ഒന്നാണ്. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. നമ്മൾ കച്ചവടക്കാരനാണ്, നമ്മൾ പഠിക്കുകയായിരുന്നു, അങ്ങനെ ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉദാഹരണം പറയാമെങ്കിലും ഈ ആളുകൾ ഈ രീതിയിൽ ഉദാഹരണം പറയാറുണ്ട്. ഈ ഉദാഹരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ത്രിഏക ദൈവവിശ്വാസം എന്താണെന്ന് അവരുടെ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞ് ശരിയായ രീതിയിൽ അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ കണ്ട സത്യം, യഥാർത്ഥത്തിൽ അവർ പറയുന്ന വിശ്വാസം, നിങ്ങൾക്ക് നമ്മൾ ഇന്റർനെറ്റിലേക്കൊക്കെ പോയി നമ്മളിത് പരിശോധിച്ചാൽ ഡയഗ്രാം ഓഫ് ട്രിനിറ്റിയുടെ ചിത്രം നമ്മൾ തേടിയാൽ കാണുന്ന ഒരു ചിത്രമാണിത്. നമുക്ക് അതിലേക്ക് നോക്കിയാൽ കാണാം. ഫാദർ ഒരു മൂലയിലുണ്ട്, സണ്ണ് ത്രികോണത്തിന്റെ ഒരു മൂലയിലുണ്ട്, ഹോളി സ്പിരിറ്റ് ത്രികോണത്തിന്റെ ഒരു മൂലയിലുണ്ട്. ഇത് മൂന്നും നടുക്കോട്ട് ഘടിപ്പിച്ചിരിക്കുന്നു, ഗോഡിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാം ഈസ് ആണ്. ഫാദർ ഈസ് ഗോഡ്, സൺ ഈസ് ഗോഡ്, ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. എന്നിട്ട് ഈ മൂന്ന് മൂലകളെ യോജിപ്പിക്കാൻ വേണ്ടി ഒരു ബൈൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈസ് നോട്ട്, ഈസ് നോട്ട്, ഈസ് നോട്ട് എന്ന് വെച്ചാൽ പിതാവ് പുത്രനല്ല, പുത്രൻ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ പിതാവുമല്ല. എന്നാൽ ഇത് മൂന്നും ഓരോന്നും ദൈവമാണ്. എങ്ങനെ? പിതാവ് മാത്രം ദൈവമാണ്, പിതാവും പുത്രനും കൂടുമ്പോൾ ഒരു ദൈവമല്ല. പിതാവ് മാത്രം ദൈവമാണ്, പുത്രൻ മാത്രം ദൈവമാണ്, പരിശുദ്ധാത്മാവ് മാത്രം ദൈവമാണ്. പക്ഷെ പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവല്ല പിതാവ്. എങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഉദാഹരണം ഇതിന് ഫിറ്റാണോ? എങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഉദാഹരണം ഫിറ്റാണോ? ആപ്പിളിനെ കുറിച്ച് പറഞ്ഞു, ആപ്പിളിന്റെ തൊലി, ആപ്പിളിന്റെ മാംസം, ആപ്പിളിന്റെ കുരു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരെങ്കിലും ആപ്പിളിന്റെ തൊലിയെ കയറി ആപ്പിൾ എന്ന് വിളിക്കൂ? ആപ്പിളിന്റെ മാംസത്തെ കയറി ആരെങ്കിലും ആപ്പിൾ എന്ന് വിളിക്കൂ? ആപ്പിളിന്റെ കുരുവിനെ കയറി ആരെങ്കിലും ആപ്പിൾ എന്ന് വിളിക്കൂ? ഇത് മൂന്നും കൂടെ കൂടിയാൽ മാത്രമേ എന്താവുള്ളൂ? ആപ്പിൾ ആവുള്ളൂ. മുട്ടയെ കുറിച്ചിട്ട് പറയുമ്പോൾ മുട്ടത്തോട് കണ്ടിട്ടാരല്ലോ മുട്ടയെന്ന് പറയോ? അത് മുട്ടത്തോടെന്നേ പറയുള്ളൂ. എന്നാൽ ഇവിടെ പിതാവെന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ഒരു ഭാഗമാണെന്നല്ല പഠിപ്പിക്കുന്നത്. പിതാവെന്ന് പറയുന്നത് ദൈവമാണ്, പുത്രൻ എന്ന് പറയുന്നത് മറ്റൊരു ദൈവമാണ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് തികച്ചും മറ്റൊരു ദൈവമാണ്. എന്നാൽ ഈ മൂന്ന് ദൈവങ്ങളും സാരാംശത്തിൽ ഒന്നാണ്. എന്താ ഈ സാരാംശം? വളരെ ക്രൈസ്തവ സാധാരണക്കാരെ ഏകദൈവ വിശ്വാസമാണെന്ന് വരുത്തി തീർത്ത് അവരെ വഞ്ചിക്കുന്നതിന് പുരോഹിതന്മാർ ഉണ്ടാക്കിയ ഒരു പ്രത്യേക പദപ്രയോഗമാണ് ത്രിഏകം. എന്ത്? ഞാൻ പറയുന്നു, ക്രൈസ്തവ പണ്ഡിതന്മാർ പറയുന്നത് ഇത് മൂന്ന് ദൈവങ്ങളാണ് എന്ന് തന്നെയാണ്. ഇത് അവരുടെ തന്നെ പുസ്തകങ്ങളിൽ നിന്നും അവരുടെ വീഡിയോ ക്ലിപ്പിൽ നിന്നും ഈ എറണാകുളം ടൗൺ ഹാളിൽ നടത്തിയ പരിപാടിയുടെ ക്ലിപ്പ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് നമുക്കത് പഠിക്കാവുന്നതാണ്. നിക്കാ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഈ ക്രൈസ്തവ ലോകം അതിലുള്ള ത്രിഏകം എന്ന ഒരു പദം, ഏകം എന്നൊരു പദം ഉള്ളതുകൊണ്ട് അവരും ഏകദൈവ വിശ്വാസികളാണ് എന്ന് സാധാരണക്കാരായ ക്രൈസ്തവരെ അവരുടെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പറഞ്ഞ് പഠിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു വസ്തുതയാണ്. ഇതിൽ നിന്നും ഇവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെ ഒരു പ്രധാന ലക്ഷ്യം. പരിശുദ്ധ ഖുർആൻ ആ വിഷയം പറയുന്നുണ്ട്. അവര് മസീഹിബിന് മറിയസിനെ മാത്രമല്ല അവരുടെ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരെയും അവരെ എന്ത് ചെയ്തു? അവർ റബ്ബുകളായിട്ട് സ്വീകരിച്ചു. അവർ ഹലാലും ഹറാമും ഒക്കെ തീരുമാനിക്കാൻ അവർക്ക് അങ്ങോട്ട് അധികാരം വകവെച്ചു കൊടുത്തു. അവരെന്തു പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ ത്രിയേകത്വത്തിന്റെ 3 അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമതായിട്ട് അതിനകത്ത് നമ്മൾ കണ്ടു, ഫാദർ ഈസ് നോട്ട് ദി സൺ. പിതാവാരല്ല, പുത്രൻ. പിതാവ് എന്ന് പറയുന്ന പൂർണ്ണമായ ദൈവം ഒരിക്കലും പുത്രൻ എന്ന് പറയുന്ന ദൈവം അല്ല. പുത്രൻ എന്ന ദൈവം ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്ന ദൈവം അല്ല. അങ്ങനെ ആ 3 മൂലകളെ യോജിപ്പിക്കുന്ന അല്ല എന്നുള്ള പദം നമ്മൾ ആ ഭാഗം നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ട് 3 ദൈവങ്ങളെയാണ് അവിടെ കാണുന്നത്. എന്നാൽ ക്രൈസ്തവ സുഹൃത്തുക്കളോട് സാധാരണയായി ചോദിക്കുമ്പോൾ അവര് യേശു ദൈവമാണോ എന്ന് ബൈബിളിൽ യേശു ദൈവമാണെന്ന് സമർത്ഥിച്ചതായി എവിടെയെങ്കിലും ഒരു വാക്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു ദൈവമാണെന്നുള്ളതിന് തെളിവല്ല പറയുക, നേരെ മറിച്ച് പുത്രനും പിതാവും ഒന്നാണെന്ന് സ്ഥാപിക്കുന്ന വാക്കുകളാണ് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു.
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവ് എന്നിലും ഞാൻ അവനിലുമാകുന്നു. ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പദങ്ങൾ വഴി ഇവരെ ആകെ സമർത്ഥിച്ചെടുക്കുന്ന ഒരു വിഷയം യേശുക്രിസ്തു തന്നെ പിതാവാണെന്നാണ്. എന്നാൽ ത്രിയേകത്വത്തിന്റെ ആദ്യത്തെ പാഠം തന്നെ പുത്രനല്ല പിതാവെന്നാണ്. ത്രിയേകത്വത്തിന്റെ ഒന്നാം പാഠം പഠിപ്പിക്കുന്നത് പുത്രനാണ് പിതാവെന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നാണ്. പക്ഷെ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക്, കാരണം സാധാരണയുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ഗ്രാഹ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം ഉദാഹരണങ്ങൾ അവർ പറയാറുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കിടക്കുകയാണ്.